നമസ്കാരം. നമസ്കാരം. ഇന്നലെ ലോക്സഭയിൽ വലിയ വാഗ്വാദങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റും രാഹുൽ ഗാന്ധിയും. രാഹുൽ ഗാന്ധി കത്തിപ്പടരുകയായിരുന്നു. അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ലോകസഭയിൽ പരാജയപ്പെട്ട് എന്നുള്ളതാണ് സത്യം. നമ്മുടെ അമിത്ഷാ ആയിക്കോട്ടെ, രാജ്നാഥ് സിംഗ് ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ സ്പീക്കർ പോലും പരാജയപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കാരണം ലഡാക്കിൽ മുമ്പ് ചൈന അതിക്രമിച്ച് കയറിയപ്പോൾ അതിനെ തടയാൻ വേണ്ടിയുള്ള ഉത്തരവ് നൽകിയില്ല എന്ന് പറയുന്ന മുമ്പത്തെ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ, അതായത് പുസ്തകത്തിലെ വെളിപ്പെടുത്തലാണ്. ശരിയാകില്ല, ഗുരുതരമായ ഒരു ആരോപണം. ഗുരുതരമായി നടന്ന സംഭവത്തെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം. ഗവൺമെന്റ് ചൈനയ്ക്ക് കൂട്ടുനിന്നു, ലഡാക്ക് കയ്യേറാൻ കൂട്ടുനിന്നു എന്നുള്ള ആരോപണമാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ലഡാക്ക് എന്നും നമുക്കൊരു തലവേദനയാണ്. നെഹ്റുവിൻ്റെ കാലം തൊട്ടേ തലവേദനയുള്ള വസ്തുതയാണ് ലഡാക്ക്. ലഡാക്കിൻ്റെ കാര്യത്തിലാണ് CPM-ൻ്റെ കള്ളക്കളി പുറത്താക്കിയില്ല എന്നൊരു EMSൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന പ്രദേശം എന്നുള്ള രീതിയിലാണ് ലഡാക്കിനെയൊക്കെ കാണുന്നത്. ഇവിടെ പക്ഷേ മോഡിയുടെ കാര്യത്തിൽ പറ്റുന്ന കുഴപ്പം 24 മണിക്കൂറും ദേശസ്നേഹവും രാജ്യത്തിൻ്റെ ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല, പാഠം പഠിപ്പിക്കും എന്നുള്ള ത്രെട്ടണിങ് പോസ്റ്ററിൽ അഭിപ്രായങ്ങൾ കാലാകാലങ്ങളിൽ പറയുന്നവരാണ് ഇവർ. ഇവിടെ സംഭവിച്ചത്, ഈ വിഷയത്തിൽ പർട്ടിക്കുലർ വിഷയത്തിൽ സംഭവിച്ചത്, അവിടെ ചൈനീസ് ടാങ്കുകൾ ഇന്ത്യയുടെ ചെക്ക് പോസ്റ്റുകളിലേക്ക് ഭയാനകമായി രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചൈനയുടെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. പാകിസ്ഥാനും ചൈനയായിട്ടുള്ള വ്യത്യാസത്തിൽ ഫീൽഡ് കമാൻഡർമാർക്ക് ചൈനയുടെ കാര്യത്തിൽ ഉടൻ ഇമ്മീഡിയറ്റ് തീരുമാനം പറ്റില്ല. അവിടെ ഹയർ-അപ്സിനെ കൺസൾട്ട് ചെയ്ത് ഡിഫൻസ് മിനിസ്റ്ററിൽ നിന്ന് പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വേണ്ട, അവർക്ക് യുക്തമായ തീരുമാനം അവിടെ വെച്ച് തന്നെ എടുക്കാം. ഈ വിഷയം രാജ്നാഥ് സിംഗിനെ അറിയിക്കുന്നു, നേരിട്ട് അറിയിക്കുന്നു. നരവാണ എന്ന് പറഞ്ഞ ആർമി ചീഫ് അറിയിക്കുന്നു, ഇങ്ങനെയാണ് പ്രശ്നം, അവിടെ വളരെ സങ്കീർണമാണ്. ഈ പ്രശ്നം അവതരിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാകണം. ഗുരുതരമായ പ്രശ്നമാണ്. ഒന്ന് കണ്ണടച്ചാൽ പഴയ പോലെ 62 പോലെ പിന്നെ ഏക്കർ കണക്കിന് വസ്തു ആരുടെ കയ്യിലാവും? ചൈനയുടെ പേരിൽ. അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കിടാൻ പറ്റിയില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചു, 2 പ്രാവശ്യം ചോദിച്ചു, നോ റെസ്പോൺസ്. ഇവിടുന്ന് അറിയിക്കാമെന്ന് പറയുന്നില്ല, തിരിച്ചൊരു മറുപടിയില്ല. അവസാനം ഒരു 4 മണിക്കൂർ കഴിഞ്ഞാണ് രാജ്നാഥ് സിംഗിനെ വിളിച്ചിട്ട് റിപ്ലൈ കിട്ടുന്നത്. അപ്പോൾ പറഞ്ഞു, ഞാൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് കൺസൾട്ട് ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാം, യുക്തമായ നടപടി എടുത്തോളാം. ഏറ്റവും ഇറസ്പോൺസിബിൾ സ്റ്റേറ്റ്മെന്റ്. അതായത് EMSന്റെ പ്രസ്താവന പോലെ തന്നെ ഏറ്റവും ഞങ്ങളുടെ സ്ഥലം, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് എടുക്കാം. ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന, ഇന്ത്യയുടെ അതിർത്തി കാത്തുസൂക്ഷിക്കേണ്ട BJP സർക്കാരിന്റെ പ്രതിരോധ മന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെ ഇഷ്ടപ്രകാരം ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിലും ചെയ്താലും ഒരു പ്രശ്നമില്ല എന്നാണല്ലോ അതിന്റെ പറഞ്ഞ അർത്ഥം. ഇപ്പൊ അതിലും തമാശ, കിഴക്കൻ ലഡാക്കിലെ പാങ് ഗോങ് തടാക മേഖലയിൽ ചൈനീസ് പട്ടാളം കടന്നു കയറിയതിനെ തുടർന്നാണ് 2020 മെയ് 5-നാണ് ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടലുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വിധിയുടെ 4 നക്ഷത്രങ്ങൾ എന്ന അപ്രകാശിത പുസ്തകത്തിൽ ലഡാക്കിലെ സംഘർഷം പരാമർശിക്കുന്നുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ലേഖനമാണ്, കാരവനിൽ വന്ന ലേഖനമാണ് ആധികാരികമായി രാഹുൽ ഗാന്ധി എടുത്തത്. ലേഖനം വന്നാൽ ആധികാരികമാണ്, അല്ലാതെ തന്നെ പറയാനില്ല. പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല, പകരം ലേഖനം, കാരവനിൽ വന്ന ലേഖനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡേർഡ് മാഗസിനാണ്. പിന്നെ മാത്രവുമല്ല, വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ MM നരവനയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഇവർ തടഞ്ഞു എന്നാണ് പറയുന്നത്. ആർമി ചീഫായിരുന്നു. ആർമി കരസേന. ആ പുസ്തകത്തിന്റെ വേറൊരു പ്രത്യേകത, അത് ടെസ്റ്റിഫൈ ചെയ്തുകൊണ്ട് BP മാലിക് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ശരിയാണ് എന്ന്. BP മാലിക്കിന് വേറൊരു മേജർ ജനറൽ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ ഗാന്ധിക്ക് എതിരെ ശക്തമായ നിലപാടെടുത്ത് തലവേദന ഉണ്ടാക്കിയ ഒരാളാണ് നമ്മുടെ ശശി തരൂർ. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ അമ്മയ്ക്കും അതേപോലെ അമ്മയുടെ അമ്മയ്ക്ക്, ഇന്ദിരാഗാന്ധിക്കും ഒക്കെ എതിരായിട്ട്, നെഹ്റുവിനെ അടക്കം എതിരായിട്ട് നിലപാടെടുത്ത, കേന്ദ്ര ഗവൺമെന്റിന് അനുകൂലമായൊരു നിലപാടെടുത്ത ഒരാളായിരുന്നു തരൂർ. ശശി തരൂർ ഇന്നലെ സ്ട്രോങ് ആയിട്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ്? ഈ വിഷയം ഡിബേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിപുലമായ അക്കാഡമിക് ഡിസ്കഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡിസ്കഷൻ ആണെങ്കിലും നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള കോൺഗ്രസ് MP-മാരിൽ വളരെ 1 അല്ലെങ്കിൽ 2 3 പേരേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അതിനെ പറ്റി ആളുണ്ടെന്ന് പറയാൻ പോലും പറ്റില്ല. കൊള്ളാടരങ്ങാനും സംസാരിച്ചെങ്കിലായി.
അല്ല വെള്ളാണ്ട് MP ഇല്ലേ, അല്ല MLA, സോറി, വെള്ളാണ്ട് തെറ്റിപ്പോയി, MLA. അപ്പോൾ തെറ്റിപ്പോയി. ഇന്ന് സ്പീക്കറെ ഡയസിൽ ഇടിച്ചു കയറിയ ആളാണ്. ഇന്ന് വെള്ളാണ്ട തെറ്റിപ്പോയി, പറഞ്ഞു, സോറി. കേരള നിയമസഭയിലോട്ടോ, ഡൽഹിയല്ല. അല്ല, അങ്ങനെ കാലിബറുള്ള ഒറ്റ MP കേരളത്തിൽ നിന്നുമില്ല. കേരളത്തിൽ നിന്നാണ് കൂടുതലുള്ളത്. അതിൽ പിന്നെ ഉള്ളത് തൃണമൂൽ കോൺഗ്രസിൻ്റെ MPമാരാണ്. കുറേ രാഹുൽ ഗാന്ധി അവിടെ BJP അറ്റാക്ക് ചെയ്യുമ്പോൾ വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ആരുമില്ല. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് എന്തെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ അതിനെതിരായി ബഹളം വയ്ക്കാൻ ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരു ഡയക്കോട്ടമി ഉണ്ടെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് പരസ്യമായിട്ട് രംഗത്ത് വരുന്നേരാ ശശി തരൂരാണ്. മോഡി പോലും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷെ അപ്പോൾ തരൂർ പറയുന്നതിന് വേറൊരു ന്യായമുണ്ട്. മോഡിയുടെ ഭാഗത്തൊരു ശരിയാണ് ഉണ്ടായതെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. മോഡി ചെയ്തതുകൊണ്ട് മാത്രം എല്ലാം തെറ്റാന്ന് പറയാൻ അയാൾ തയ്യാറില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, തരൂർ ഞാൻ കോൺഗ്രസിൻ്റെ ഏത് നയത്തിനെതിരായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്, അതിന് ഉത്തരവിവർക്കില്ല. നെഹ്റുവിൻ്റെ പോളിസി തെറ്റായിരുന്നു, ചൈനീസ് യുദ്ധകാലത്ത് നെഹ്റു എടുത്ത പോളിസി തെറ്റായിരുന്നു എന്ന് പറയുന്ന ഒത്തിരി കോൺഗ്രസ്സുകാരുണ്ട്. YB ചവാനും സ്വരൺ സിംഗ് ഉൾപ്പെടെയുള്ള പണ്ട് കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ തരൂർ പറയുന്നുള്ളൂ. VK കൃഷ്ണമേനോനെ കുറ്റപ്പെടുത്തി ചൈനീസ് യുദ്ധകാലത്ത് തോറ്റതിനെ പറ്റി എത്ര പേര് കുറ്റപ്പെടുത്തി? കൃഷ്ണമേനോനെ വെളിയിടാക്കില്ലേ? അപ്പോൾ തരൂർ അത് പറയുമ്പോൾ തരൂരിനെതിരായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധി തരൂർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ മോഡിയെ വിറപ്പിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല, അന്തർദേശീയ ബന്ധങ്ങളിൽ ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള അന്തർദേശീയ ബന്ധങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരാളും തരൂരാണ്. അതിന് പകരം വേറെ ആരെങ്കിലും വെച്ച് നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് ബ്ലണ്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയും നീണ്ട കാലം മറ്റുള്ളവരുടെ വാക്ക് കേട്ട്, കേരളത്തിലെ ഉണ്ണിത്താനെ M.M. ഹസൻ്റെയൊക്കെ വാക്ക് കേട്ട് തരൂരിനെ മാറ്റി നിർത്തുന്നുള്ളതാണ്. തരൂരിൻ്റെ കഴിവുകളെ വേണ്ടത്ര രീതിയിൽ ടാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ കോൺഗ്രസ് ലീഡർഷിപ്പിന് കഴിഞ്ഞില്ല. അഖിലേഷ് യാദവ് ഇന്നലെ ഭയങ്കരമായി അഖിലേഷ് യാദവ് വന്നു. തേജസ്വി യാദവിനെതിരായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ല, അപ്പോൾ രാഹുലിന് അനുകൂലമായിട്ട് പറയണം പിന്നെയുള്ളത് മമതയുടെ MPമാരേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോയ MPമാരുടെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു മാനദണ്ഡം എന്തെങ്കിലും പറയാൻ പറ്റും? അല്ല, ഇല്ല എന്നുള്ളതുണ്ട്. പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ ഇന്റർനാഷണൽ വിഷയങ്ങളിൽ കൃത്യമായി പഠിച്ച് മറുപടി പറയാൻ കഴിവുള്ള ആള് ശശി തരൂരാണെന്നൊക്കെ പറയാം. അങ്ങനെ മാറ്റി നിർത്താം. ഈ ലില്ലിപ്പൊട്ടന്റെ ഇവർ രണ്ടും കൂടെ ചേർന്ന കോമ്പിനേഷൻ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതിന്റെ ആദ്യത്തെ തെളിവാണ് ലോക്സഭയിൽ ഉണ്ടായുള്ള ഇവര് ഗവൺമെന്റിനെതിരെ വെടിവെപ്പ് എന്ന് പറയാൻ പറ്റും. കൃത്യമായിട്ടുള്ള അടിച്ചു തകർക്കലായിരുന്നു മോദിയെയും അതേപോലെ അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയൊക്കെ ഇന്നലെ ശരിക്കും ലോക്സഭയിൽ വെച്ച് പൂട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉത്തരം മുട്ടിച്ചു ശരിക്കും. അത്ര ഊർജ്ജസ്വലനായ ഒരു രാഹുൽ ഗാന്ധി നമ്മൾ കണ്ടിട്ടില്ല. ഒരു ചെറിയ സംശയം എനിക്കുണ്ട്, അത് താങ്കളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാൻ പറ്റും. തരൂർ ലഡാക്ക് വഴി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ? അങ്ങനെ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ ഒരു ധാരണ ഇല്ല എന്ന് കൃത്യമായി തരൂർ തന്നെ ഡിക്ലെയർ ചെയ്തു. ഇവിടെ മുന്നണി പോരാളിയായി ഞാൻ പ്രവർത്തിക്കും, എൻ്റെ ലക്ഷ്യം ഇതല്ല. എൻ്റെ മുമ്പുണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞ എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങൾ മുന്നിൽ നിർത്തി പ്രചരണം നടത്തണമെന്ന് പറഞ്ഞിരുന്ന തരൂർ പിൻവാങ്ങി. കാരണം പ്രാക്ടിക്കൽ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഇപ്പോൾ അദ്ദേഹം ഈ UDF-നെ വിജയിപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കും. അതേപോലെ അവർ പ്രകടന പത്രികയൊക്കെ ഉണ്ടാക്കാനും അതേപോലെ മറ്റു കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കും എന്നുള്ളതാണ്. അത് VD സതീശനും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതും ഒരു കോമ്പിനേഷനാണ്. അത് വലിയ കോമ്പിനേഷൻ. VD സതീശൻ തരൂർ കോമ്പിനേഷൻ എന്തിനെ അടിച്ചു തകർക്കാവുന്ന, അതായത് കോൺഗ്രസിൽ തന്നെ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ കയറി വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ തകർക്കാവുന്ന ശക്തമായ ഒരു കോമ്പിനേഷൻ തന്നെയാണ്. കേരളത്തെ നയിക്കാൻ കഴിവുള്ള കോമ്പിനേഷൻ കൂടിയാണ്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, ലോക്സഭയിൽ സംഭവവികാസങ്ങൾ വഴി രാഹുൽ ഗാന്ധി വീണ്ടും ശക്തനാവുകയാണ്. ഒരേ സമയത്ത് ആരെയൊക്കെ അടിച്ചു തകർത്തത്? പ്രധാനമന്ത്രിയെ, അതേ അമിത്ഷായെ, രാജ്നാഥ് സിംഗിനെ മൊത്തത്തിൽ അവിടെ ഇളക്കി മറിച്ചു. അദ്ദേഹത്തോട് നിർത്താൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം നിർത്തിയില്ല. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റാൻഡ് എടുത്തു. ഇവിടെ ഒരു ആവർത്തനം വേണേ വരാം. VD സതീശൻ ആരാ നയിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു, ടീം UDF. അതുപോലെ ശശി തരൂരൊക്കെ ഉൾപ്പെട്ട ഒരു ടീം ഇന്ത്യ മുന്നണി പാർലമെന്റിലുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. വെറുതെ എന്തായാലും ഈ തരൂർ ഇങ്ങോട്ട് കൃത്യമായി വരില്ല. 1 മിനിറ്റോ 2 മിനിറ്റോ സംസാരിക്കില്ല, 2 മണിക്കൂർ എടുത്തു അവരുടെ സംസാരം. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക, തരൂര് കൃത്യമായിട്ടുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഭരണം പല ഭാഗത്തും മാറാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവും വരാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അടുത്ത ഭരണം നമ്മുടേതാണ്
ഈ ഭരണം അധികാലം നിൽക്കാവുന്ന സാഹചര്യമല്ല. BJPക്കുള്ളിൽ തന്നെ വലിയ അട്ടിമറികൾ നടക്കാൻ പോകുന്നു. നരേന്ദ്രമോദി ഇനി അടുത്ത തവണ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അമിത്ഷായാണ് മുന്നിൽ വരാൻ പോകുന്നത്. അമിത്ഷായ്ക്കെതിരെ ഏകദേശം പകുതിയിലധികം MP-മാർ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ എതിരാണ്. ഗഡ്കരി അങ്ങനെ വരുമ്പോൾ BJPയിൽ വലിയൊരു വിള്ളൽ വരാനും ഏത് പിളർപ്പ് വരാനും സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത് കൃത്യമായി വിവരങ്ങളെല്ലാം തരൂരിന് കിട്ടിയിരിക്കുന്നു. ആ തരൂർ ആ അറിവുകൂടി മനസ്സിലാക്കിയിട്ടാണ് കൃത്യമായി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ കൃത്യമായി മുന്നണി പോരാളിയായി എത്തിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ പലതും നടത്തും, പലതും സംഭവിക്കും. ഇന്ത്യയിൽ BJP ഗവൺമെന്റ് അട്ടിമറിക്കാൻ പോലും ശക്തികളാണ് ഈ രണ്ടുപേരും ഒന്നിച്ചാൽ എന്നുള്ളതാണ് സത്യം. ആ നീക്കത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയന് കഴിയില്ലേ? പിണറായി വിജയൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏത് സമയത്ത് തൂക്കിയെടുത്ത് അങ്ങോട്ട് വെക്കേണ്ട ആവശ്യമുള്ളൂ. കേസിലെ പ്രതി എന്ന് പറഞ്ഞാൽ തെളിവുകൾ സഹിതം കേസിലെ പ്രതിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടത്. ഒരു വെഴുപ്പ് പാണ്ഡമായി മാറിയ പിണറായിക്ക് എന്ത് ശക്തി, അങ്ങനെ ആരും ശ്രദ്ധിക്കുന്നു? അപ്പൂപ്പനോട് മര്യാദയ്ക്ക് മുറ്റത്തേക്ക് അല്ല, നിർത്താതെ മുറ്റത്തല്ല ജയിലിൽ അദ്ദേഹത്തിന് പ്രത്യേക അറ തന്നെ ഉണ്ടാക്കേണ്ടി വരും എന്ന് PC ജോർജ് പറഞ്ഞത് 100% സത്യമാണെന്ന് സത്യമാണ് വിശ്വസിക്കുന്നതാണ്. ഇവിടെ നിയമവ്യവസ്ഥയുണ്ടെങ്കിൽ പിണറായി വിജയൻ ജയിലിലേക്ക്. ഇതൊരു നല്ല വാർത്തയായിട്ട് നമുക്ക് കരുതാം ഭാവിയിലേക്കുള്ള. അല്ല, അത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ശശി തരൂർ കൂട്ടുകെട്ട് കേരളത്തിനും ഗുണകരമാണ്. ആകും.